ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ലോഡ് ഇവിടെ ഇറക്കി പൂക്കളുടെ ലോഡായിരുന്നു, സ്പെയിനിൽ നിന്നുള്ളതായിരുന്നു. നമുക്കിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് ലോഡ് ഇറക്കണം. ഇന്ന് വൈകിട്ട് ഒരു 9 മണിയാവും നമ്മളവിടെ എത്തുമെന്നാണ് എൻ്റെ വിചാരം. ഇവിടുന്ന് 566 കിലോമീറ്റർ ഉണ്ട് അടുത്ത ലോഡ് ഇറക്കണത്തേക്ക്. ഇന്ന് കാലത്ത് 2 എണ്ണം കഴിഞ്ഞു. ഇനി വൈകിട്ട് അവിടെ എത്തും. രാത്രി ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെ കാലത്തേക്ക് സംഭവം മാറ്റും. അപ്പോൾ നമ്മളിവിടെ എത്തി. അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കര നടഞ്ഞ് കിടക്കായിരുന്നു അവിടെ. അതിൻ്റെ സമയത്ത് ഇതിനൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ നമ്മളപ്പോൾ ഇന്ന് കാലത്ത് 10 മണിക്കായിരുന്നു ഇവിടെ അൺലോഡിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൽ നമ്മൾ ലേറ്റ് ആവണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കും. അപ്പോൾ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ സ്പെയിനിൽ നിന്ന് വിളിച്ചു. 2 മണിയായിപ്പോൾ. അപ്പോൾ എന്നോട് ഇപ്പോൾ 2 മണിക്കാണ് അൺലോഡിങ് പറയുന്നത്. അപ്പോൾ 2:55 പേര് വിളിച്ചിട്ട് ചോദിച്ചു, എപ്പോഴാണ് നീ അവിടെ എത്താം? കാരണം അവർ അടഞ്ഞു കിടക്കണ്. അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്, ഞാനിപ്പോൾ തന്നെ വന്നുള്ളൂ, അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് അവരെ ഞങ്ങൾ വിളിച്ച് വിട്ടേക്കാം, 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തി. ഇവർ അതിൻ്റെ അടുത്ത് കണ്ടാണ് താമസിക്കുന്നത് തോന്നുന്നു. എത്തി, അൺലോഡ് ചെയ്തു, അതിൻ്റെ സംഭവങ്ങൾ കയറ്റി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത് ഫ്രാൻസിലെ സീസീസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം, അതായത് തുളൂസ് എന്നാണ് ഇതിൻ്റെ മെയിൻ സ്ഥലത്തിൻ്റെ പേര്. വണ്ടി വലിച്ചുകൊണ്ട് പോണതിന് കൊമേറിയ എന്ന് പറയാം ഞങ്ങളിവിടെ. കൊമേറിയ എന്ന് പറഞ്ഞാൽ കഴിക്കുക, അതായത് തിന്നുക എന്ന് പറയും. അത് നമ്മളൊരു സാധനം ഇടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പറയില്ലേ, അത് അതിൽ തിന്നു എന്ന് പറയില്ലേ. അപ്പോൾ ഞങ്ങളെങ്ങനെ പറയാം, അതെ വാന കൊമേർ എന്ന് പറയും. അത് കഴിക്കാൻ പോകണമെന്ന് പറയും. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ എങ്കിലും ഔട്ടർ എടുക്കുമ്പോൾ ഇവിടെ വളരെ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഈ വണ്ടിക്കാരുടെ ആയിരുന്നു നമ്മളവിടെ വെച്ച് കണ്ടിരുന്നത്. അവരവിടെ ഓടിച്ച് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാനായിരിക്കും ഇത്ര തിരക്കിട്ട് വന്നതെന്ന് തോന്നുന്നു. എന്താണ് ഇവിടുത്തെ ഇപ്പം ചെറിയൊരു ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമം ഫ്രാൻസിലെ. നേരെ വന്നില്ലെങ്കിൽ പോരാൻ പറ്റൂല. ഇവിടെ സാധാരണ ചെറുവണ്ടികളാണ് അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കണം. അതിനനുസരിച്ചുള്ള റോഡാണിത്. ഇവിടെ ഒരു ട്രെയിലറിൻ്റെ സംഭവം വരാനായിട്ട് വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ഈ ഗ്രാമത്തിൻ്റെ അകത്ത് കണ്ടില്ല. അവനവിടെ നിന്ന് ചവിട്ടിക്കയറി വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നിർത്താൻ കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ വഴികളാണ്. അവരുടെ സ്പീഡ് ഈ വണ്ടിക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് കരുതി. ഇവിടെ എങ്ങനെയാണ് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റൗണ്ടിലേക്ക് ഏത് വണ്ടിയാവുന്നു ആദ്യം കയറുന്നത് അവർക്കാണ് പ്രിഫറൻസ്. എനിക്ക് തോന്നുന്നത് ഈ പൂക്കട അവരുടെയാണെന്ന് തോന്നണം. അല്ലെങ്കിൽ ഇവിടേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് അവരായിരിക്കും. ഇത് ചെറിയ പൂക്കടയാണ്.
ഇപ്പം എന്നിട്ടാന്ന് വെച്ചാൽ വലിയ ട്രെയിലർ ആയതുകൊണ്ട് നൈസായിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വണ്ടികൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് പ്രൊട്ടക്ഷൻ സിവിലിൻ്റെ വണ്ടി. വാഷിംഗ് ഗൗൺ ഇന്നിവിടെയൊക്കെ അവധിയാ. നമുക്കിനി പോകുന്ന വഴിക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വേണം പോകാൻ. Sal de la rotonda por la segunda salida por la B12. അത് അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് കമ്പനിയാണത്. മാക്ഡൊണാൾഡ് 9 തൊട്ട് 23 മണി വരെ. Sal de la rotonda por la tercera salida por la B12. ഞാൻ പോവുകയാണ് കൂട്ടുകാർ. ഇതാണ് ലൂർദിലേക്ക് പോണത്. നമുക്ക് പോകേണ്ടത് അയ്യോ പണിവാളിയ തുളസ്. അതെ, ഇനി നമുക്ക് ഫ്രാൻസിന്റെ ഇടത് ഭാഗത്തോട്ട് പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ സെയ്സസ് എന്ന ഗ്രാമത്തിനോട് വിട പറയുകയാണ്. ഇത് തുളൂസിലേക്ക് പോകാൻ നാഷണൽ റൂട്ട്. നമുക്ക് ഹൈവേ എടുത്തിട്ട് വേണം പോകാനായിട്ട്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ തീർന്നു. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നാൻതസ് റൂട്ട്. ഇതിനും ബോർദയോക്സ് കയറേണ്ടി വരും. അടിപൊളി, വെരി ഗുഡ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഹൈവേയിലേക്ക് കയറി. ഇനി ഒരു 559 കിലോമീറ്റർ അടുത്ത ലോഡ് ഇറക്കുന്നിടത്തേക്ക്. മൊത്തം 1065 കിലോമീറ്റർ ഉണ്ട്. ഇനി ബാക്കിയുള്ള ലോഡ് കൂടെ ഇറക്കി കഴിയുമ്പോഴേക്കും
അപ്പം നമ്മൾ പോകുന്ന റൂട്ട് D948. അപ്പോൾ ഇവിടെ നിന്നൊരു 33 കിലോമീറ്ററാണ് ഈ നാൻതസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പം നമ്മൾ ഇന്നലെ ഇറക്കി കൊടുത്തുനിന്ന് ഏകദേശം ഒരു 560 കിലോമീറ്റർ 600 കിലോമീറ്റർ എടുത്ത്. അപ്പം ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും എൻ്റെ BVXന്റെ ഡ്രൈവ് 90 മണിക്കൂർ കഴിഞ്ഞാലാണ് ഞാൻ ഒതുക്കിയിട്ടത്. എന്നോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും പണ്ടെന്ന് പറഞ്ഞാൽ 28 ദിവസത്തെ ചെക്കിംഗ് ആയിരുന്നു. ഇപ്പം 56 ദിവസം ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ വലിയ കോമഡിക്ക് ഇപ്പം നിൽക്കാറില്ല. ഈ റൂട്ടൊന്നും എൻ്റെ ഓർമ്മയിലുള്ള റൂട്ടല്ല അത്. അതുകൊണ്ട് തന്നെ റഡാറുകൾ റൂട്ടിനെ പറ്റി വ്യക്തമായിട്ട് ധാരണ എനിക്കില്ല. ഇപ്പോൾ സമയം വന്നിട്ട് 8:05. 8 തൊട്ട് 9 മണി വരെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം തുറക്കണത് എത്ര മണിക്കാന്ന് വെച്ചാൽ 9 മണിക്കാണ് തുറക്കാം. പക്ഷെ എന്നോട് 8:30 ആകുമ്പോൾ ലോഡ് ഇറക്കാൻ പറ്റും എന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് നേരത്തെ പോകുന്നു എന്ന് മാത്രം. പറ്റിക്കഴിഞ്ഞാൽ ഇറക്കണം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് ഗ്രാമങ്ങളിലേക്കും കൂടെ കയറണം. Es posible que Les Jardins de Belleville no esté abierto cuando llegues. Continúa por D948 15 kilómetros. ഇതേ റൂട്ട് തന്നെയല്ലേ ഇത് എന്നറിയണം. Vas por la ruta más rápida, aunque el tráfico es más lento de lo habitual. Deberías llegar a tu destino a las 8:31 de la mañana. 8:31 നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും എന്നാണ് ഇവർ പറയണേ. ഇതിൽ കൊടുത്തിരിക്കുന്ന റൂട്ടും ഇതിലെ റൂട്ടും സെയിം അല്ലേ എന്നൊന്ന് നോക്കണം. അതെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതിൻ്റെ പേരിൽ നമുക്കതിൻ്റെ പേരിൽ തൽക്കാലത്ത് ഇത് ക്ലോസ് ചെയ്ത് തരാം. രാവിലെ അതിൻ്റെ പേരിൽ ചെക്കിങ് ഉണ്ടോയെന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് വലിയ കുഴപ്പമില്ലാത്ത റോഡായിട്ട് ഫീൽ ചെയ്യാൻ. ഇവിടെ ഭൂരിഭാഗം കൃഷികളൊക്കെ തന്നെയാണ്. ഗ്രാമങ്ങളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം കൃഷി. ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി മൊത്തം ഇതുപോലെ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട്. ഇപ്പം ജനുവരി ഈ വർഷം കാര്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിലും എല്ലാ 2 വർഷം കൂടുമ്പോഴും ഭയങ്കരമായ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണ്, സമരമുറകളൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ അടച്ചിടുക, ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് റോട്ടിൽ തള്ളും, വണ്ടികൾ പോകാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ കുറേ കോമഡികൾ. അത് ഈ യൂറോപ്പിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഇത് സംഭവം. ചില രാജ്യങ്ങളിലൊന്നും നാണക്കേട് കാരണം കൊണ്ട് അവർ പുറത്തേക്ക് ഇത് തുടങ്ങുമ്പോഴേക്കും അവർ അതിനുള്ള പരിപാടികളും ശ്രമങ്ങളും നടത്തി ഒന്ന് ഒതുക്കി കളയും.
നമ്മളപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വണ്ടി നിർത്തി. 8:30. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് 11 മണിക്കൂർ റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ എത്തില്ല, 8:30-ക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 4 സ്ഥലങ്ങളും കൂടി ഉണ്ട്. 4-5 സ്ഥലമുണ്ട്. 5-ാമത്തോടത്ത് നാളെ വേണം സാധനം ഇറക്കാനായിട്ട്. നമ്മളപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണേ, ഇതിൻ്റെ സെൻറ്ററിലേക്ക്. ഇതൊരു ഗ്രാമമാണ്, ലറോച്ചെ സൂർ എന്നാണ് ഈ കയറി പറഞ്ഞ ഗ്രാമത്തിൻ്റെ പേര്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു നാഷണൽ എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. Dentro de 3 kilómetros, toma la salida D2 hacia Moguilleron-le-Captif. രണ്ടിതിലും പറയണത് En 2 kilómetros. രണ്ട് തരത്തിലുള്ള സംഭവമാണ്. നമുക്കപ്പോൾ എന്തായിരുന്നാലും ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം ആദ്യം. വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കില്ല. ഇനി ഇതിൽ പറയണത് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എടുക്കാനാണ്, ഇതിൽ പറയണത് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എടുക്കാനാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് പോവാം. ലറോച്ചെ സൂർ നാൻതസിലേക്ക് D763. എന്നാൽ ഇതെടുക്കാം, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും? Toma la salida de la derecha en dirección de 763. Después toma la salida que se encuentra adelante. നമുക്ക് ഈ റൂട്ട് തന്നെ Dentro de എടുക്കുന്നതായിരിക്കും നല്ലത്. 200 metros, toma la salida D763. Toma la salida D763. Dentro de 300 metros, en Rond Point Bernard Palissy, toma la primera salida e incorpórate a Avenue Yitzhak Rabin D763 en dirección Nantes. നമുക്കപ്പോൾ ഇതിറങ്ങിയിട്ട് നേരെ വലത്തോട്ട് എടുക്കണം. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സെൻറ്ററിലേക്ക് ഇറങ്ങി കയറിയിട്ടാണ്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പറയാ ട്രക്കുകൾ അതിലെ കയറാൻ പറഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലെടുക്കുന്നതായിരിക്കും Toma la salida que se encuentra adelante. Después entra en la rotonda. ഈ സമയം വന്നിട്ട് കാലത്ത് 8:19. നല്ല തിരക്കുള്ള സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചില്ലടിച്ച് വിട്ടിയെന്ന് പറഞ്ഞാൽ ചിപ്പടിച്ചതാ. ഇപ്പൊ കമ്പനിയിൽ പറഞ്ഞപ്പോൾ അവർ സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞു തരാന്ന് വെച്ചാൽ ഇപ്പൊ മാക്സിമം യൂസ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റേജിൽ മാറ്റിയാൽ മതി. കാരണം ഇനി സാധനം മാറ്റി കഴിഞ്ഞാൽ ആദ്യം അടിച്ചാലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മാക്സിമം അത് യൂസ് ചെയ്യാനുള്ള പരിപാടിയിൽ ഞാനൊരു സ്റ്റിക്കറൊക്കെ കൂട്ടി ചോദിച്ചു. പക്ഷെ പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു സന്തോഷം. ലറോച്ചെ സൂർ യോൺ. ഡെക്കാത്തലോണിൻ്റെ
സെൻറ്റർ കൂടിയുണ്ട്. Sal de la rotonda por la primera salida por Route de Nantes. എല്ലാവർക്കും അപ്പം ഇങ്ങോട്ടാണ് പോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ട് ആദ്യം ഒരു ഇതും കൂടി ഉണ്ട്. ഇതന്നെ റൂട്ട്. Sal de la rotonda por la segunda salida. ഹൈപ്പർ. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ. ഇത് പോർസലോണ. റോച്ചെ. ഇതുപോലെ സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. പക്ഷെ മെയിൻ സിറ്റികളിലൊക്കെ ഇല്ല. ഇപ്പോൾ പാരീസൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒന്ന് ഡോർ തുറക്കും. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഡോർ ലോക്ക് ചെയ്യും. ഞാൻ കുറച്ച് നേരത്തെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, പൂക്കൾ മാത്രമുള്ളൂ, ആരും എടുത്തുകൊണ്ട് പോകില്ല. പക്ഷേ ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോൾ ചെയ്യാറുള്ളത്. Toma la segunda salida e incorpórate a D763 en dirección Nantes, Belleville-sur-Vie. 763 763. ഇത് നമ്മളവിടെ ചെല്ലുമ്പോൾ പോണിയാണെന്ന് തോന്നണം കണ്ടിട്ട്. സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കാൻ വന്നിട്ടാണ്. ഫ്രാൻസിലൊന്നും വലിയ കാര്യമായിട്ട് വ്യത്യാസമില്ല. ജർമ്മനിയുടെ ചില സ്ഥലങ്ങളിൽ, നെതർലാൻഡ്സിൽ നിന്നാണ് കൂടുതലും വരുന്നത് സെക്കൻഡ് ഹാൻഡ് നല്ല കാറുകൾ. ആൾത്ത അല്ല, ഏറ്റവും ഹൈ ടോപ്പ് വണ്ടികൾ. സാധാരണ വണ്ടികൾ വരാറില്ല. Sal de la rotonda en D763. Continúa por D763, 8 kilómetros. 8 kilómetros. D766 por 8 kilómetros. 8 kilómetros. അതാവുമ്പോഴേക്കും ഏകദേശം നമ്മുടെ സ്ഥലത്തും. നമ്മുടെ കാൽക്കുലേഷൻ ഏകദേശം 8:30 കഴിയുമ്പോഴേക്കും അവിടെ എത്താം. ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോഡിങ് കഴിഞ്ഞു. വന്ന വഴിക്ക് ബാറ്ററി ഹീറ്റായിട്ട് ഡൗൺ ആയിപ്പോയി. നമ്മളോട് പറഞ്ഞത് അതിൻ്റെ എൻട്രൻസ് വന്നിട്ട് അപ്പുറത്തോടെ കയറി ഇതിലേ പോണം നമുക്ക്.
ഞാൻ ചോദിച്ചു അപ്പുറത്തോടെ പോകാൻ പറ്റും, ഇതിലേ കയറാൻ പറ്റുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിലേ കയറാം എന്ന് പറഞ്ഞു. കയറാം എന്നല്ല, ഇതിലേ ഇറങ്ങാന്ന്. അവിടെ റിവേഴ്സ് വയ്ക്കുന്നതായിരുന്നു നമുക്ക് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ എങ്കിലും ഇതിലേ പോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തല്ലു പിടിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. Dentro de 50 metros, en la rotonda, toma la primera salida en dirección Boulevard de la Sal Vie. de la rotonda por la primera salida por Boulevard de la Vie. അപ്പൊ നമുക്ക് രണ്ട് ഇതും കാണിച്ചു തരുന്നത് ഇതിലാ. അപ്പൊ നമുക്ക് Dentro de 200 metros, en la rotonda, toma la segunda salida en dirección D101. നമ്മൾ വന്നത് അപ്പുറത്തെ റൂട്ടിൽ കൂടെ. അപ്പൊ നമുക്കപ്പോൾ ഇപ്പുറത്തെ റൂട്ടിൽ വേണം സെൻട്രൽ നിന്ന് ഇറങ്ങാനായിട്ട്. Salida por Rotonda de Dampierre. ഇനി നമ്മൾ പോകുന്നത് ഒരു കാട്ടുമുക്കിലേക്കാണ്. പക്ക കാട്ടുമുക്ക് എന്നൊക്കെ പറയില്ലേ, ഇതാ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ. അവിടേക്ക് എത്താണ്ട് വേറെ നിവൃത്തിയില്ല. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ 3.5 കണ്ണിക്കുള്ളിൽ കയറാൻ പാടില്ല. En la rotonda, toma la segunda salida D763. നമുക്കപ്പോൾ അവിടെ ഒരു 40 മിനിറ്റോളം സമയമെടുത്തു. അപ്പം അതിൻ്റെ പേരിൽ ഞാനത് റെസ്റ്റാക്കി എടുത്തു ആ സംഭവം. ചെന്നപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് അന്ന് അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് സമയമെടുത്തു. അപ്പം നമ്മളത് അതർ വർക്കിലിട്ടിട്ട് ബാക്കി സമയം റെസ്റ്റ് എടുത്തു. അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല. Dentro de 150 metros, incorpórate a D763. അടുത്ത റൂട്ടിലേക്ക് കയറണത് അവിടെ ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ് ട്രക്കുകൾക്ക്. ഒരു വണ്ടി നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട്. Continúa por D763, 22 kilómetros. ഇനി ഒരു 22 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും ഹൈവേയിലേക്ക് കയറും. 63. അവിടെ മുതൽ പ്രൊഹിബിഷൻ പറഞ്ഞാലേ ഓവർടേക്ക് ചെയ്യാം. എന്താണ് സംഭവം എന്നറിയില്ല. ഇത് റോഡ് വർക്കിന്റെ വണ്ടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ മാന്യമായ റോഡ് വർക്ക് നടക്കണമുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 9:35 കഴിഞ്ഞു, 37 ആണ്. അപ്പോൾ ഇനി തിരക്ക് കുറയും ശരിക്കും പറഞ്ഞാൽ. കാരണം 7:30 തൊട്ട് 9 മണി 9:15 വരെയാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കിൻ്റെ സമയം. പിന്നെ വളരെ റെയറാണ് 10 മണി വരെ. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരിക്കും. ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ, പിന്നെ വീണ്ടും തുടങ്ങും തിരക്ക്. റോഡ് വർക്കിന്റെ വണ്ടി ആയതുകൊണ്ട് അവൻ 80 പോകാനാണ് സാധ്യത. നമുക്കപ്പോൾ അതിന്റെ പേരിൽ തൽക്കാലത്തേക്ക് അവനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാം. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഗവൺമെന്റ് വണ്ടികളും. അവർക്ക് തിരക്കില്ല. നോക്കണ്ട വന്നിട്ട് റഡാറ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി ഒരു 19 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഹൈവേ കയറാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ.
അപ്പോൾ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.